എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നുവെന്നാണ്. ഇവിടെ പൗലോസ് അല്ലെങ്കിൽ ഈ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. അതായത് എബ്രായ ക്രിസ്ത്യാനികൾ ഇപ്രകാരമായിട്ടുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിന്റെ അകത്തുണ്ടായിരുന്നു. ആ ചിന്ത ഇപ്രകാരമാണ്. അതായത് എബ്രായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഓർപ്പിച്ചു, പഴയ നിയമ പ്രവാചകന്മാരുടെ അത്രയും കരുത്തും ശക്തിയും ഒന്നും യേശു കർത്താവിന് ഇല്ലായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ അവർക്കുള്ള ഒന്നാമത്തേതായിട്ടുള്ള രീതിയിൽ അവരോട് ലേഖനകർത്താവ് പറയുകയാണ്, അങ്ങനെയല്ല, ദൈവം പഴയ നിയമ പ്രവാചകന്മാര് അവര് ദൈവത്തിന്റെ ദാസന്മാര് തന്നെയായിരുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ്. അതായത് ഗ്രീക്ക് ഭാഷയിൽ പ്രൊഫൈറ്റീസ് എന്നുള്ള പദത്തിൽ നിന്നാണ് പ്രോഫറ്റും പ്രോഫസിയും ഒക്കെ ഉണ്ടാകും. അപ്പോഴങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ പ്രവാചകന്മാർ അവരെല്ലാം സംസാരിക്കുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള പദത്തോടുകൂടെയാണ്. അപ്പോൾ ദൈവം അരുളി ചെയ്യുന്നതിന് ദൈവിക സന്ദേശം അറിയിക്കുന്നതാണ് പ്രവാചകന്മാരുടെ ജോലി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളുടെ ഉള്ളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. യൂദായുടെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഹാനോക്കിനെ സംബന്ധിച്ച് പോലും ഒരു പ്രവാചകനായിട്ടാണ് വേദപുസ്തകം നമ്മെ കണ്ടെത്തുന്നത്. പക്ഷേ പഴയ നിയമ പ്രവാചകന്മാർ ദൈവിക അരുളപ്പാടുകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കുണ്ടായിരുന്ന അരുളപ്പാടുകൾ വിവിധ ഭാഷകളിൽ അല്ലെങ്കിൽ ഈ വിവിധ സന്ദർഭങ്ങളിലൊക്കെ കിട്ടിയിട്ടുള്ള അരുളപ്പാട് പലപ്പോഴും അത് പൂർണ്ണമായിരുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ മോശ എഴുതിയിട്ടുള്ള പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം അവിടെ നിന്നുകൊണ്ട് പാമ്പിനോട് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ സന്തതി ആരാണെന്നുള്ളതിനെ കുറിച്ച് പലരും അതിനുശേഷം മോശയ്ക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടും അവരാരും നമ്മളുടെ മുമ്പിൽ അത് വരച്ചു കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ സ്ത്രീ ഒരു കന്യകയാണെന്ന് നമ്മുടെ മുമ്പിൽ വരച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് യെശയ്യാ പ്രവാചകനാണ്. അതേ പ്രവാചകനോട് തന്നെ നമ്മൾ ചോദിക്കുക, ഈ സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞത് ആ കുഞ്ഞ് എവിടെയാണ് പിറക്കുന്നത്, ഏത് സ്ഥാനത്താണ് അതിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? അദ്ദേഹത്തിന് ആ സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ല. ഏതാണ്ടൊക്കെ ഒരു ചിത്രം അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ ഉള്ളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സെബുലൂന്റെയും നഫ്താലിയുടെയും നാട്ടിൽ അവൻ പണ്ടത്തേതിൽ ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അതിന് മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവെന്ന് പേർ വിളിക്കപ്പെടുന്നവനാണെന്ന് അദ്ദേഹം എഴുതി. പക്ഷേ അപ്പോഴും ഈ ശിശു എവിടെ ജനിക്കുമെന്ന് നമുക്ക് കണ്ടെത്താനേ തക്കവണ്ണം സാധിക്കുന്നില്ല. കാലഘട്ടങ്ങൾ പിന്നെയും മുന്നോട്ട് കടന്നുപോയി. പ്രവാചകന്മാർ ഏലിയാവും ഏലിശായും അനേകരായിട്ട് കടന്നു വന്നു. ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്ന ആമോസ്, അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ, ഇവരെയൊക്കെ നമ്മൾ കാണുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ മൊരസ്യ ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ടതായിട്ടുള്ള ഒരു കർഷകനായിട്ടുള്ള മീഖായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ശിശു ജനിക്കാൻ പോകുന്നത് ബേത്ലഹേമിലാ. നമ്മൾ വായിക്കുന്നുണ്ട് മീഖാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങൾ നീ ചെറുതായിരുന്നാലും ഇസ്രയേലിനെ മേയിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന പഴയ നിയമ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് അരുളപ്പാടുകൾ കൊടുത്തുനിരുന്നതിലും ഒരു പ്രവചനം പൂർത്തീകരിക്കുവാൻ പല പ്രവാചകന്മാരുടെ പ്രവചനത്തിൽ കൂടെ കടന്നു പോകണമായിരുന്നു. അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മുടെ കൈവശമുള്ളത്, ആ പാട്ടിന്റെ ആ ഷീറ്റ് നമ്മൾ പല കഷ്ണങ്ങളാക്കി പലരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പാട്ട് ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആ പാട്ടിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞെന്ന് വരികിൽ മാത്രമേ അതൊരു ഗാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെ പഴയ നിയമ പ്രവചനം പല രീതിയിൽ പല സന്ദർഭങ്ങളുടെ ഉള്ളിൽ പലരിൽ കൂടെയാണ് ദൈവം സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഭാഗമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം സംസാരിച്ചിട്ടുള്ളത് തന്റെ പുത്രനിൽ കൂടെയാണ്. അത് പൂർണ്ണമാണെന്ന് എബ്രായ ലേഖനം നമ്മളെ ചൂണ്ടിക്കാണിക്കും. അന്ത്യകാലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് അന്ത്യകാലം അവന് 2 കാലങ്ങളാണുള്ളത്. ഒന്ന് വർത്തമാനകാലം,
വർത്തമാനകാലം എന്ന് പറയുന്നത് പീഡനത്തിന്റെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റേതുമായിട്ടുള്ള കാലഘട്ടമാണ്. അന്ത്യകാലം അഥവാ മശിക കാലഘട്ടം അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിന്റെ ഉള്ളില് നമ്മൾ കാണുന്നത് അതൊരു വലിയ പ്രത്യാശയുടെ കാലഘട്ടമാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തും ഒരു അന്ത്യകാലമുണ്ട്. ആ അന്ത്യകാലം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളും അല്ലെന്ന് വരികിൽ പലവിധ വ്യാഖ്യാനങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. എന്നാൽ യഥാർത്ഥമായിട്ട് അന്ത്യകാലത്തെക്കുറിച്ച് നമുക്ക് ഒരു ചിത്രം തരുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്കറിയാം അന്ത്യ 2-ാം അധ്യായമാണ്. അവിടെ അല്ലെങ്കിൽ സഭയുടെ ആ ഉത്ഭവത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടിയിരുന്ന 120 പേരടങ്ങുന്ന സംഘത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ആ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകത അവിടെ ഉണ്ടായി. അവരതുവരെയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ആ ദേശത്ത് വസിച്ചുകൊണ്ടിരുന്നവർ, അവരെ സംബന്ധിച്ച് അവർ പല ഭാഷകൾക്ക് പരിജ്ഞാനമുള്ളവരായി വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ കൂടി വന്നിരുന്ന ജനമൊക്കെ ഒരു അടുത്തുകൂടിയിട്ട് അവർ പലവിധമായിട്ടുള്ള സംശയങ്ങളും അവരുടേതായിട്ടുള്ള ചിന്തകളും ഒക്കെ ആയിട്ട് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ സംസാരിക്കാൻ തുടങ്ങിയത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ സംസാരിച്ചവരോട് വിശുദ്ധ പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് സംസാരിക്കുന്നത് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കൂടെയാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം അവരോട് പറഞ്ഞു, അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിനു മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവിക ജ്ഞാനം, അതായത് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യാദികളുടെ ഒരു ചിത്രം അതാണ് ഇവിടെ നിവൃത്തീകരിച്ചത്. അപ്പോൾ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിയുമ്പോൾ അന്ത്യകാലം ആരംഭിക്കുന്നത് സഭയുടെ ആരംഭത്തോടുകൂടെയാണ്. എന്ന് ക്രിസ്തീയ സഭ പെന്തക്കോസ്ത് നാളിൽ ഉടലെടുത്തോ അന്ന് അന്ത്യകാലം ആരംഭിച്ചു. അപ്പോൾ ഈ അന്ത്യകാലം ക്രിസ്തീയ സഭയുടേതാണ്. എന്നാൽ ഇവിടെ ഇബ്രാഹിം ലേഖനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ വരികിൽ അതിനോടുകൂടെ ചേർത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. പുത്രൻ മുഖാന്തരം നമ്മളോട് ചില കാര്യങ്ങൾ ദൈവം സംസാരിച്ചിരിക്കുന്നത് പൂർണ്ണമാണ്. പുത്രനിൽ കൂടെ പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു കർത്താവ്. അവൻ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ളതാണ്. പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പൂർണ്ണമായിട്ട് ഒന്നിച്ചല്ല കിട്ടിയത്, ഭാഗമായിട്ട് കിട്ടിയെന്ന് വരികിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നതായിട്ടുള്ള യേശു കർത്താവിൽ കൂടെ പുത്രനിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ളതാണ്. അത് മാത്രമല്ല, ഈ പുത്രനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവചനത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യ അല്ലെങ്കിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊരു പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഭാഗം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവിനുള്ള 7 പ്രത്യേക വിശേഷതകൾ ഈ ലേഖനത്തിന്റെ ഉള്ളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഒന്നാമത് നമ്മൾ കാണുന്നുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനൊരു സൃഷ്ടാവായിട്ടുള്ള ദൈവമാണ്. അപ്പോൾ സൃഷ്ടാവായിട്ടുള്ള ആ ദൈവം യേശു